ജക്കാർത്തയുടെ ഒരു പ്രാന്തപ്രദേശമായ ഹലീം എന്ന സ്ഥലത്തെ ബുള്ളറ്റ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നും കുറച്ചകലെ ഒരു അരമണിക്കൂർ ബുള്ളറ്റ് ട്രെയിനിൽ സഞ്ചരിക്കാവുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇന്തോനേഷ്യൻ റുപ്പിയയുടെ ഒരു സാധ്യത ഫുള്ള് ലക്ഷക്കണക്കിന് രൂപയാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ മില്യൺ കണക്കിന് ഇന്തോനേഷ്യൻ റുപ്പിയാണുള്ളത്. ഒരു ഇന്ത്യൻ രൂപ എന്നുള്ളത് ഇന്തോനേഷ്യൻ റുപ്പിയയിൽ ഏകദേശം 100 ചില്ലാനം രൂപ വരും. 100 ഇന്ത്യൻ രൂപ എന്നുള്ളത് ഇന്തോനേഷ്യയിൽ ഏകദേശം 19,000 ചില്ലാനം കറൻസിയാണ്, ഇന്തോനേഷ്യൻ രൂപയാണ്. അപ്പോൾ ജനങ്ങളുടെ ഈ അക്കൗണ്ട്സ് സൂക്ഷിക്കലും വർത്തമാനവും ഒക്കെ മില്യണിലും ട്രില്യണിലും ബില്യണിലൊക്കെയാണ്. വലിയ വലിയ സംഖ്യകൾ, വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ഡിജിറ്റുകൾ കണക്കിലേക്കും മറ്റും കയറി വരുമ്പോൾ. പൊതുവേ സൗത്ത് അമേരിക്കൻ രാഷ്ട്രങ്ങളിലേക്കും മറ്റും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ആഫ്രിക്കയിലുള്ള സിംബാബ്വെ പോലെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ട്രില്യണിൽ കുറഞ്ഞുള്ള ഒരു പരിപാടിയുമില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. ഇനി വൈകാതെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ ഇന്ത്യയിലും ഇത്തരത്തിലുള്ള ഒരു ദുർഘടാവസ്ഥ വരുമോ എന്ന് പേടിക്കുന്നുണ്ട്. കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പത്രങ്ങളിലും പരസ്യങ്ങളിലും ചില ആളുകളുടെ പ്രസംഗങ്ങളിൽ മാത്രമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് പൂപ്പൊത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നുള്ളത് സാമ്പത്തിക ലോകം നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം.